നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെങ്കടലിൽ ഹൂതി വിമതർ വീണ്ടും എണ്ണക്കപ്പൽ ആക്രമിച്ചു. കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതായി ബ്രിട്ടീഷ് സൈന്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേലിന്റെയും സഖ്യകക്ഷികളുടെയും കപ്പലുകളെ ആക്രമിക്കുന്ന ഹൂതികൾ ബുധനാഴ്ചയാണ് ചരക്കു കപ്പലിന് നേരെ മിസൈലുകൾ തൊടുത്തത്. ചെങ്കടലിൽ വീണ്ടും അശാന്തി വിതച്ചത് ഹൂതി വിമതരാണ്. യമന് സമീപം 2 ചരക്ക് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതരാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് എന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഗ്രീസിൽ രജിസ്റ്റർ ചെയ്ത സുനിയോൺ, പാനമയിൽ രജിസ്റ്റർ ചെയ്ത SW നോർത്ത് വിൻഡ് 1 എന്നീ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. ഇതിൽ ഗ്രീക്ക് കപ്പലിന്റെ നിയന്ത്രണം നഷ്ടമായി കടലിലൂടെ ഒഴുകുകയാണെന്നാണ് റിപ്പോർട്ട്. ചെറുകപ്പലുകളിലെത്തിയ സംഘമാണ് കപ്പൽ ആക്രമിച്ചിരിക്കുന്നത്. കപ്പലിന്റെ എഞ്ചിൻ തകരാറിലാവുകയും ചെയ്തു. 25 ജീവനക്കാരിൽ 23ഓളം ഫലസ്തീനികളും 2 പേർ റഷ്യക്കാരുമാണ്. ആക്രമണത്തിൽ ആർക്കും തന്നെ പരിക്കുകളില്ല. ആക്രമണമേറ്റ പനാമ കപ്പലിന് അടുത്ത തുറമുഖത്തേക്ക് വഴിതിരിച്ചുവിട്ടിട്ടുണ്ട്. ഹൂതി വിമതരുടെ ആക്രമണത്തിന് പിന്നാലെ ചെങ്കടലിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ 1 മാസം മുൻപ് ടെൽ-അവീവിലെ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി യമനിലെ ഹൂതി ആക്രമണത്തിൽ ഇസ്രായേൽ ആക്രമണം നടക്കുകയുണ്ടായി. ഇസ്രായേലിൽ നിന്ന് 1800 കിലോമീറ്റർ അകലെയുള്ള ഹുദൈദ തുറമുഖത്താണ് പോർവിമാനങ്ങൾ ആക്രമണം നടത്തിയത്. 3 പേർ കൊല്ലപ്പെടുകയും 87 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ഹൂതികൾ അറിയിച്ചത്. ഇസ്രായേലിൽ 100 കണക്കിന് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾക്ക് ഹൂതികൾ ശ്രമിച്ചുവെങ്കിലും യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ തിരിച്ചടി നൽകുന്നത് ആദ്യമായാണ്. വെള്ളിയാഴ്ചത്തെ ഹൂതി ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ് ശക്തമായ മറുപടി നൽകാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത്. ലോകത്തിലെ എവിടെയുള്ള ശത്രുവിനെയും നേരിടാനുള്ള നീളം ഇസ്രായേലിന്റെ കരങ്ങൾക്കുണ്ടെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണത്തിന് പിന്നാലെ അന്ന് പറഞ്ഞിരിക്കുന്നത്. ഹൂതികൾക്കുള്ള ഇറാനിയൻ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ഹുദൈദ തുറമുഖം വഴിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇസ്രായേലി ആക്രമണത്തിൽ തുറമുഖത്ത് വൻ തീപിടുത്തമാണ് ഉണ്ടായത്. എണ്ണ സംഭരണ കേന്ദ്രങ്ങളും പവർ പ്ലാന്റുകളുമാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് ഹൂതികൾ പറയുന്നത്. ആക്രമണം ഹൂതികൾക്കുള്ള വ്യക്തമായ സന്ദേശമാണെന്നും ഇസ്രായേലി പ്രതിരോധ മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതേസമയം ഇപ്പോഴും വീണ്ടും ഹൂതികൾ ഇടവേളകൾ എടുത്തുകൊണ്ട് തന്നെയാണ് കൃത്യമായ പ്ലാനോടുകൂടി ഇങ്ങനെ എണ്ണക്കപ്പലുകൾ ആക്രമിക്കുന്നത്. ഹൂതികളെ കൃത്യമായി നിലക്കി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ആക്രമണം അവിടെ നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ ചെങ്കടലിൽ അമേരിക്കയുടെ സൈന്യം പൂർണ്ണമായും ഇറങ്ങിയിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്.